കേൾക്കണവരൊക്കെ വളരെ പുത്രന്മാരുടെ കാര്യം പറയാണ്ടിരിക്കുക നല്ലതിപ്പോൾ. അച്ഛനും മകനുമായിട്ട് തന്നെ ഒരു യോജിപ്പും ഇല്ലാത്ത കാലം അപ്പോൾ പല ദിക്കിലും ഇങ്ങനെ കാണുന്നുണ്ട്. അക്ഷകുമാരനെ നിയോഗിക്കുക എന്നീ വണ്ണം നിശ്ചയിച്ച് അക്ഷകുമാരനെ പറഞ്ഞയച്ചു. അക്ഷകുമാരൻ അവിടെ ചെന്നു എന്ന് മാത്രമല്ല അന്യോന്യം യുദ്ധം തുടങ്ങിയല്ലോ. യുദ്ധം എങ്ങനെയാണ് തുടങ്ങിയത്? നേരിട്ടല്ല അക്ഷകുമാരൻ, ആകാശമാർഗത്തിൽ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടത്. അവിടെ ചെന്നു നേരിട്ട് യുദ്ധം ചെയ്യാൻ അക്ഷകുമാരന് ഇഷ്ടമല്ല ഒരു കുരങ്ങനോടെ. അപ്പോൾ ആകാശമാർഗത്തിൽ കൂടെ ചെന്നു. ഹനുമാനാണെങ്കിലോ ഒരു ഭാഗത്ത് അവിടെ അങ്ങനെ ഇരിക്കുക. ഇരിക്കണ സമയത്താണ് അച്ഛൻ മോളിൽ കൂടെ ശരങ്ങൾ അങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി ശരീരത്തിലേക്ക്. അത് വന്ന് ശരീരത്തിൽ ഇങ്ങനെ തട്ടുക. ഇതെന്താ അത്? തലയിലൊക്കെ അങ്ങനെ തട്ടി. അവസാനം യോഗ്യന്മാരുടെയൊക്കെ ശരങ്ങളിൽ പേരുണ്ടാവും. ഒരു ശരം എടുത്തു, വായിച്ചു നോക്കി. എന്താ? അക്ഷകുമാരൻ. കേക്കലുണ്ടായിട്ടുണ്ട്. രാവണന്റെ പുത്രനല്ലേ, കുറച്ചു നേരം പ്രയോഗിച്ചോട്ടെ. ഏതായാലും പഠിപ്പിച്ചതൊക്കെ രാവണ. ഈ അച്ഛന്മാരാണ് ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചു വിടുന്നത്. ഏതായാലും കുറച്ചു നേരം ആയിക്കോട്ടെ. ഏതായാലും യുദ്ധത്തിൽ അവനെ നിഗ്രഹിക്കാനുള്ള സമയമായിരിക്കണമെന്ന് കണക്കാക്കി ഹനുമാൻ ഒരു ചാട്ടം അവിടുന്ന് കൊടഞ്ഞ് മേപ്പെട്ട ഒരു ചാട്ടം ചാടി. ഒട്ടും താമസം ഉണ്ടായില്ല. രഥത്തിലാണ് വന്നിരിക്കണത്. അപ്പോൾ തേരുണ്ട്. ആ തേരിലോ കുതിരകളൊക്കെ ഉണ്ട്. ആദ്യം കുതിരകളെയൊക്കെ ഓരോ ഇടിയാ. ഇടിയോടുകൂടെ എന്താ കുതിരകളൊക്കെ മരിച്ചു. അത് കഴിഞ്ഞിട്ടോ അക്ഷകുമാരൻ്റെ കാലിങ്ങോട്ട് പിടിച്ചു. എന്നിട്ടോ അക്ഷകുമാരനെ കക്ഷത്ത് വെച്ചു. 2 ഇടി, നിലത്തൊരടി, തവിട് പൊടി. അവിടുന്ന് വേഗം ഇത് കണ്ടുവല്ലോ ഇവരെ. എടോ അതാ അങ്ങോട്ട് ചാടിയുണ്ടെന്ന് നമുക്ക് പോവാം. അവനെൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. സങ്കടമായി. ഓടി വരുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് തന്നെയാണ്. എന്താ ഉണ്ടായത്? അല്ല അങ്ങനെ ഉണ്ടായി. എന്ത്? വിസ്തരിച്ച് പറയും. എൻ്റെ പുത്രൻ എന്തൊക്കെയാണ് ചെയ്തത്? ഉണ്ണി നേരിട്ട് യുദ്ധം ചെയ്യില്ല എന്നാ പറഞ്ഞ. ഉണ്ണിയെ പഠിപ്പിച്ചിറക്കണം ഞാനാ. അല്ല, മോളിൽ കൂടെ യുദ്ധം ചെയ്യാൻ നിരീക്ഷിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടിട്ടോ അവസാനം കുരങ്ങൻ മേപ്പെട്ട് ചാടി. അത് ചാടും. ഈ കുരങ്ങന്മാർ വെറുതെ ഇരിക്കില്ല. കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് വെറുതെ ഇരിക്കില്ല. അവൻ്റെ കയ്യും കാലൊക്കെ ഇളകിക്കൊണ്ടും. അത് കുരങ്ങന്മാരുടെ സ്വഭാവമാണ്. ഒരു ഭാഗത്തിരിക്കില്ല. മേപ്പെട്ട് ചാടിയിട്ടോ ആദ്യം കുതിരകളെ കൊന്നു. കുതിരകളെ കൊന്നു. പോയ കുതിരകൾ അത്ര നല്ല കുതിരകളൊന്നുമില്ല. ഇവിടെ ഉണ്ട് നല്ല കുതിരകളൊക്കെ അതാ തിന്ന് കൊഴുത്ത് ഇങ്ങനെ കൂടിയിറക്കണോ. അതൊക്കെ മതി. പിന്നെന്താ? പിന്നെ ഉണ്ണിയുടെ കയ്യിലെ വില്ല് മേടിച്ചു. ആരേ? കുരങ്ങൻ. പിന്നെ തിരിച്ചു മേടിച്ചോ? ഇല്ല, കൊടുത്തില്ല. പിന്നെന്താ ചെയ്തത്? അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അതും പോട്ടെ. പിന്നെന്താ ചെയ്തത്? പിന്നെ ഉണ്ണിയുടെ കാല് പിടിച്ചു. ആരേ? കുരങ്ങൻ. പിന്നെ ഉണ്ണി എന്തെങ്കിലും ചെയ്തോ? പിന്നെ ഉണ്ണി ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഏത് ശത്രു ആയാലും വേണ്ടിയില്ല, കാല് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യരുത്. പറഞ്ഞ പോലെ ഉണ്ണി ചെയ്തിറക്കണം കേട്ടോ. പിന്നെ ഇപ്പം എന്താ ചെയ്യണത്? കാല് പിടിച്ചു, കട്ടത്ത് വെച്ചു, 2 ഇടി, നിലത്തൊരടി, തവിട് പൊടി. ഉണ്ണിയെ കഥ കഴിച്ചോ? ഉണ്ണിയെ കഥ കഴിച്ചു. നവൻ മോശക്കാരനല്ല. ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഇവനെ നിഗ്രഹിക്കാൻ താൻ തന്നെ പോവുക നല്ലത് എന്ന് കണക്കാക്കി രാക്ഷസ രാജാവ് രാവണൻ തന്നെ പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോഴാണ്, യോഗ്യനായിട്ടുള്ള ആളാണല്ലോ അല്ലേ, ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാവുക, എവിടെ എത്തുകയെന്ന് അറിയില്ല. അപ്പോൾ കേമനായിട്ടുള്ള ആളാണ് പുറപ്പെട്ടിറക്കണത്. പുറപ്പെടണത് തടക്കുക നല്ലത്. വേഗം തടുത്തു എന്ന് മാത്രമല്ല, പിന്നെന്താ ഉണ്ടായത്? ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെ ചെന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ഹനുമാനെ ആഗ്നേയാസ്ത്രത്തിൽ ബന്ധിക്കുകയുണ്ടായത്. ആഗ്നേയാസ്ത്രം തൊടുത്തു. ആഗ്നേയാസ്ത്രത്തോടു കൂടെ അവിടെ ഹനുമാൻ ചാടി താഴത്തേക്ക് അങ്ങോട്ട് വീണു. വീണതോടുകൂടെ മോഹാത്സ്യപ്പെടും ചെയ്തോളൂ. മോഹാത്സ്യത്തോടു കൂടെ കിടക്കുന്നതായ ഹനുമാനെ അവസാനം ബന്ധിക്കാനായിട്ട് കൽപ്പിക്കുക. കെട്ടുവനെ കെട്ടി തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള കൽപ്പനയും കൊടുത്ത് ഇന്ദ്രജിത്ത് അവിടുന്ന് പോയപ്പോഴല്ലേ രാക്ഷസന്മാർ അനവധിയുണ്ട്. ഇങ്ങനെ കുരങ്ങനെ ഏറ്റിക്കൊണ്ട് രാക്ഷസ രാജാവ് രാവണൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്താനായിട്ട് ഭാവിക്കുക. 3.25 നാഴിക നേരം ബന്ധനാവ് വേണ്ടു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ രാക്ഷസരുടെ കയ്യിലാണ്. തൻ്റെ ആവശ്യം എന്താ വെച്ചാൽ രാവണനെ കാണില്ല. ഇവിടെ താൻ ഉണർന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ട് ഓടും. അതുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ നിരീക്ഷിച്ച് ഹനുമാൻ മുണ്ടാണ്ട് കടന്നു. അവസാനം രാക്ഷസ രാജാവ് രാവണൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങോട്ട് എത്തി ചാടി അവിടെ നിൽക്കുകയുണ്ടായത്. ചാടി നിന്നിട്ട് രാവണനെ ഇങ്ങനെ കണ്ടു. അതാ അയം ദശകന്ധരം ദദരിശ. ഈ ഹനുമാൻ ദശകന്ധരനെ ദർശിച്ചു എന്ന് പറയാൻ, ഈ ഹനുമാൻ എന്ന് പറയാൻ കാരണം അതാ. എന്ന് പറയണത് ഹനുമാന്റെ പ്രവൃത്തി എന്താ? സീതാദേവിയെ കാണുന്നത് വരെയുള്ളൂ ഹനുമാൻ. പിന്നെ ഈ ഹനുമാൻ അതാ ഈ തശബ്ദം ദശബ്ദം കൂടിയും നാമത്തിൻ്റെ മുമ്പ് കൊടുക്കാൻ കാരണം പേര്. അതിൻ്റെ മുമ്പിൽ വലിയ പ്രധാനപ്പെട്ട ചിലതൊക്കെ വരണമെങ്കിൽ ആള് യോഗ്യനാവണം. അല്ലാണ്ട് വരില്ലല്ലോ അല്ലേ? വിശ്വത്തിനൊക്കെ നാഥനായിട്ടുള്ള ആളാവണമെങ്കിലേ നല്ല പണിയെടുത്തിട്ട് എത്ര കാലത്തെ പ്രയത്നം കൊണ്ടാ വിശ്വം ആയതപ്പോ. അല്ലാണ്ട് ആവില്ലല്ലോ, പ്രയത്നം കൊണ്ട് തന്നെ സാധിക്കൂ. കേമം തന്നെയാണ്. അങ്ങനെയുള്ള ഹനുമാൻ രാവണനെ കണ്ട് രാവണനോട് ഗുണദോഷം ചെയ്യണം. തൻ്റെ
സ്വാമിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളെ രാവണനെ അറിയിപ്പിക്കണം എന്നീ വണ്ണം കണക്കാക്കി അവിടെ അങ്ങനെ രാവണന്റെ മുമ്പിൽ ചാടി അങ്ങോട്ട് നിൽക്കുകയുണ്ടായത്. രാക്ഷസ രാജാവ് രാവണനോ? കേമൻ തന്നെയാണ്. കാരണം എന്താ, ഈ ഇരിപ്പ് തന്നെയാണ് മനസ്സിലാക്കണത്. ആ കിരീടഘടകാദ്യ ആഭരണങ്ങളൊക്കെ ധരിച്ച് ആ വെങ്കറ്റക്കുട ആ വെഞ്ചാമരമൊക്കെ വീശി ആ രണ്ട് പുറവും സ്വർഗസ്ത്രീകൾ വന്ന് പൊന്നും വെഞ്ചാമരം വീശി അതിൽ നിന്നുള്ള കാറ്റ് തട്ടിയിട്ട് ആ ഉത്തരി അങ്ങനെ ഇളകുന്നുണ്ട്. കേമൻ തന്നെയാണ്. ഇതെന്നെ കാണേണ്ടതായിരുന്നു. ഇത് കണ്ടില്ലായിരുന്നു വെച്ചാ നഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ആ രാവണന്റെ മുമ്പിൽ ഒരു കൂസലും കൂടാണ്ട്, രാവണനെ ഭയക്കാണ്ട്, ഒരു പുഴുവിനെ പോലെ കണക്കാക്കി ഹനുമാൻ അവിടെ നിന്നു. അങ്ങനെ നിന്നും കൊണ്ട് തൻ്റെ സ്വാമിയായിരിക്കുന്ന രാമചന്ദ്രൻ്റെ വാക്കിനെ ഗീരിനെ അറിയിപ്പിക്കണം എന്ന് കണക്കാക്കി അയാളോട് വർത്തിക്കുന്നു. രാവണനാകട്ടെ താണ് തൻ്റെ അടുത്തേക്ക് വരുന്നതായ ഏറ്റിക്കൊണ്ടെന്ന് തൻ്റെ മുമ്പിലേക്ക് ചാടി വരുന്നതായ ഹനുമാനെ നോക്കാനായിട്ട് ഭാവിച്ചും കൊണ്ടും അവിടെ വർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ യാതൊരു ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭക്തന്മാരുടെ സർവാഭിട്ടങ്ങളെയും തീർത്ത് രക്ഷിക്കണത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഈ കണ്ട ചാക്യാർ കൂത്ത് കലാമണ്ഡലം രാധാകൃഷ്ണ ചാക്യാരാണ് ഇത് നടത്തിയത്. മിഴാവ് വായിച്ചത് വിജയ്. കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടിയല്ലേ ഇദ്ദേഹം. 78 കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. കലാമണ്ഡലത്തിൽ ഇപ്പോൾ കൂത്തും കൂടിയാട്ടും പഠിപ്പിച്ചു വരികയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജഡ്ജസിന് വിടുകയാണ്. സരിതയുടെ എൻ്റെ ഇഷ്ട കലാരൂപം രാമനുണ്ണി സാർ എന്താണ് ചോദിക്കാനുള്ളത് സരിതയോട്? പിന്നെ മണ്ണിൻ്റെ ഒരു വളരെ പാരമ്പര്യമുള്ള ഒരു കലേനെ തിരഞ്ഞെടുത്ത് വളരെ നന്നായി. അപ്പോൾ ഈ കലേനെ പറ്റി ഇതിന് വെറുതെ കണ്ടിട്ട് ഈ ചിരിക്കാനുള്ള രസമല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കാൻ ഇതാക്കിയിട്ടുണ്ടോ? ചാക്യാരൂത്തിനെ പറ്റി എന്തൊക്കെയാണ് അറിയുക? കുറച്ച് പറഞ്ഞാൽ മതി. ചാക്യാർ കൂത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ഉണ്ടായതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമോ കഥകളോ ഒന്നുമില്ല എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന ഈ ചാക്യാന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് പുറത്തായവർ ഭ്രഷ്ട് കൽപ്പിച്ചവരാണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഉള്ളത് ചാക്യാർ കൂത്തും തുള്ളലും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ 3ാം ക്ലാസ്സിൽ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. മിഴാവ് കൊട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയിട്ടാണ് പിന്നെ തിരിച്ചു പോയിട്ടാണ് ചാക്യാർ കളിയാക്കി, അതുകൊണ്ടാണ് പിന്നീട് തുള്ളലുണ്ടായതെന്ന് പറയുന്നു. പക്ഷേ ഞാൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് സാറ് ചോദിച്ചൊരു ചോദ്യം ശരിക്കും എന്നെ ചിന്തിപ്പിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ ഉറങ്ങും എന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിച്ചു. അതെ, ആ ഒരു ചോദ്യം ശരിക്കും ചിന്തിപ്പിച്ചു. ഇതുവരെ ഇപ്പോഴത്തെ 3ാം ക്ലാസ്സിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നിലോ തന്നെ പഠിക്കാനുണ്ട് പാഠം. നമുക്ക് മലയാള പാഠാവലിയിൽ പഠിക്കാനുണ്ട്. ഏത് കുഞ്ചൻ നമ്പ്യാരും ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങിപ്പോവല്ലോ, അങ്ങനെ പറയാം. താങ്ക് യു. സുധീര മാഡം. സരിത ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള വിസ്മൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. നമുക്കൊക്കെ കാണാൻ സാധിച്ച ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ വിജയെ പോലുള്ള കുട്ടികൾ, മിഴാവ് കൊട്ടുന്ന കുട്ടിയായാലും ഈ കൂത്ത് നടത്തുന്ന ആൾക്കാരായാലും ഇതിന് മുന്നോട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഈ അധ്യാപകൻ അഭ്യസിപ്പിക്കുന്നുണ്ട്. അവരെ ശരിക്കും ശാസിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. മടിയന്മാരായിട്ടുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് വിജയ് കൊച്ചുകുട്ടിയല്ല, അടുത്ത കൊല്ലം വോട്ടവകാശം കിട്ടിയ 17 വയസ്സായ വലിയ ആളാണ് ഈ കുട്ടി. അപ്പോൾ കുട്ടി എന്ന് വിളിച്ച് നമ്മൾ ബിനോയ് സർ ഇടതും വലതും മനോ ഒക്കെ പറയണ്ടായി. എന്തായാലും സരിത ചെയ്ത കാര്യം ഒരു വലിയ കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ അതിമഹത്തായ കലാപാരമ്പര്യത്തിൻ്റെ ഒരു ദൃശ്യം ഇവിടെ വന്നു. അതിലൂടെ ഞാൻ സ്ത്രീക്ക് തന്നെ ഒരു പുതിയ ഔന്നത്യം ഉണ്ടായി. എനിക്ക് രാധാകൃഷ്ണൻ പറയാനുള്ളത്, ഞാൻ ചാക്യാർന്ന് വിളിക്കാത്തത് അടുപ്പം കൊണ്ടാണ്, ആദരവിൻ്റെ കുറവ് കൊണ്ടല്ല, അടുപ്പം കൊണ്ട് വിളിക്കുകയാണ്. പിന്നെ എൻ്റെ ബാല്യത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോയി. ഞാൻ വൈക്കത്താണ് ജനിച്ചത്. വൈക്കത്ത് അഷ്ടമിക്കാലത്ത് ചാക്യാർ കൂത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവരെയൊക്കെ ചാക്യാർ ഇങ്ങനെ പരിഹാസത്തിൻ്റെ കുന്തമന കൊണ്ടിങ്ങനെ മുറിവേൽപ്പിക്കുന്നതും അവർ ആസ്വദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം കുട്ടികളാണത്. അപ്പോൾ അന്നത്തെ വലിയ വലിയ ആൾക്കാരെ ഇപ്പോൾ ചിതമാതിരി താങ്കൾ ചെയ്യുന്നത് ചിതമാതിരി ആ കാഴ്ച എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ശരിക്കും ഇവിടെ ചൂണ്ടിക്കാണിച്ച അധികാരത്തിൻ്റെ ഏത് പ്രതാപവാനെയും ആ നിമിഷത്തിൽ സമനായി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിച്ചുകൊണ്ടും ചെയ്യാനുള്ള ഒരു വലിയ ധീരത ഉണ്ട് ചാക്യാർ കൂത്തിനകത്ത്. നമ്മുടെ കലകൾക്കെല്ലാം അതുണ്ട്. സൗന്ദര്യം മാത്രമല്ല, വളരെ മൂർച്ചയുള്ള സാമൂഹിക വിമർശനമുണ്ട്. ചാക്യാർ കൂത്തും തുള്ളലുമെല്ലാം അത് തന്നെയാണ്. അതിനെ പക്ഷേ ആരും ഇപ്പോൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയേണ്ടതാണിത് എന്ന്
ഇപ്പോൾ സരിത മുഖേന, താങ്കൾ മുഖേന, വിജയ് മുഖേന എത്രയോ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമാണ്, ഗംഭീരമായിട്ട് ചെയ്തു. സരിതയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് മാർക്കിടാം. രാമനുണ്ണി സർ, സരിതയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും? സരിതയ്ക്ക് 9.5 മാർക്ക്. 9.5 മാർക്ക്. സുധീര മാഡം എത്ര മാർക്ക് കൊടുക്കുന്നു? വിദൂഷകന്റെ വേഷം കെട്ടിയ ഈ ചാക്യാർക്കും വിജയനും മുഴുവൻ മാർക്ക്. സരിതയ്ക്ക് എൻ്റെ 9.5 മാർക്ക്. 9.5. വിനോയ് സർ? ഇതിൽ എല്ലാ മാർക്കും കൊടുക്കേണ്ടത് ഇവിടെ സുധീര പറഞ്ഞ മാതിരി ചാക്യാർക്കും നമ്മുടെ വിജയനുമാണ്. അവരെ കണ്ടെത്തി അവരുടെ കലയുടെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ള ഒരു ഗവേഷണ ബുദ്ധിയുള്ള പ്രതിഭയ്ക്ക് സരിതയ്ക്ക് 9.5 മാർക്ക്. 9.5 മാർക്ക്. എൻ്റെ ഇഷ്ടകലാരൂപം എന്ന ഈ സെഗ്മെൻറ്റിൽ സരിതയ്ക്ക് 28.5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്.